ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിൽ ചില പ്രൊഡക്ട്സ് ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ട്, ചിലതിപ്പം കുറച്ച് ഫ്യൂ വീക്സ് ആയിട്ടുള്ള ഉപയോഗിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എൻ്റെ സ്കിൻ എങ്ങനെയാണ് പറയാം. എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലി, ആക്നെ പ്രോൺ, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം അങ്ങനത്തെ സ്കിൻ ഉള്ളവർക്ക് അറിയാം, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പറ്റിയത് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി പണിയുള്ള കാര്യമാണ്. ചിലപ്പം ഓയിലി സ്കിന്നിന് പറ്റണതാവും, പക്ഷെ ചിലപ്പോൾ ആക്നെ ഉണ്ടാക്കുന്നതായിരിക്കും, ചിലപ്പം നമുക്ക് ഇച്ചിങ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ കുറേ പരീക്ഷണങ്ങൾക്കും കുറേ തപ്പലുകൾക്കൊക്കെ ശേഷം ഞാൻ കണ്ടുപിടിച്ച കുറച്ച് പ്രൊഡക്ട്സാണിത്. അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കണില്ല, ഞാൻ റിവ്യൂലേക്ക് കിടക്കാം. ആദ്യം ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ പറയണേ. ഇത് ആക്ച്വലി ലാക്മേയുടെ സ്കിൻ പെർഫെക്റ്റ് കളക്ഷനിൽ പീച്ച് മിൽക്ക് വൈറ്റമിൻ ഇ ക്രീം മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം റാൻഡമായിട്ട് എടുത്തതാണ്. ഇതിൽ ആക്ച്വലി ഓയിലി സ്കിന്നിന് പറ്റിയതാണെന്നൊന്നും ഇതിലില്ല, ആക്നെ അതൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. പക്ഷെ എനിക്കെന്തോ ഇത് കണ്ടപ്പം എനിക്ക് കളറോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ അങ്ങനെ എടുത്തതാണ്. ഇത് പക്ഷേ എൻ്റെ സ്കിന്നിന് നല്ല പോലെ സ്യൂട്ടാവുന്നുണ്ട്. അതായത് നമുക്ക് പരട്ടിക്കഴിഞ്ഞാൽ ഗ്രീസി ആയിട്ടോ കൂടുതൽ ഓയിൽ വരുന്നോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഭയങ്കര ഒരു ഓഫ്കോഴ്സ് പരട്ടിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊരു ഇതുപോലെ ഉണ്ടാവും, ഓയിൽനെസ് ഓയിൽ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ തന്നെ അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. പരട്ടുമ്പോൾ ഒരു നല്ലൊരു കൂളിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എന്താ വെച്ചാൽ, ഞാൻ സാധാരണ ഇത് രാത്രി പരട്ടി കിടക്കാറുണ്ട്. അപ്പോൾ രാത്രി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാലത്ത് എണീക്കുമ്പോഴേക്കും ഭയങ്കര അതായത് സാധാരണ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ തോന്നാത്ത ഒരു ഫ്രഷ്നെസ് എനിക്ക് തോന്നാറുണ്ട് മുഖത്ത്. സ്കിന്നൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, സ്കിന്നൊക്കെ ഒന്ന് നന്നായി പോലെ തോന്നാറുണ്ട് ഒരു രാത്രിക്കുള്ളിൽ. അങ്ങനെയല്ല, പക്ഷെ എന്നാലും എനിക്ക് നമുക്ക് സ്കിന്ന് കാണുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കണം തോന്നാറുണ്ട് കാലത്ത് എണീക്കുമ്പോൾ, ഇത് പരട്ടിയതിന് ശേഷം കേട്ടോ. അപ്പം ഇത് അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല അല്ലേ പ്രൊഡക്റ്റ്. ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഇതിന് 130 രൂപയാണുള്ളത്, ചെറിയ ബോട്ടിൽ. ഇത് വലുതുകൊണ്ട് തോന്നുന്നു. അപ്പം ഇതിപ്പം ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ് ഉപയോഗിച്ചത്. ഇത് പക്ഷേ കഴിയാറായിട്ടോ, അത് യൂസ് ചെയ്തിട്ട് കഴിയാറായി, ഒരെണ്ണം മേടിക്കണം ഇനി. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഫേവറേറ്റ് മോയ്സ്ചറൈസറാണിത്. അപ്പം ഇങ്ങനെ ഓയിലി, ആക്നെ പ്രോൺ, സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകളാണ് നിങ്ങളിങ്ങനെ ഏത് പ്രൊഡക്റ്റ് മേടിക്കണം, ഏത് മോയ്സ്ചറൈസർ ഉപയോഗിക്കണമെന്ന് ഇങ്ങനെ അറിയാതെ നടക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്കിത് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം. എനിക്ക് തോന്നും എൻ്റെ സ്കിന്നിന് പറ്റുന്നൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും അത് പറ്റുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം എൻ്റെ സ്കിന്നിന് ഇത് പറ്റുമെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്കിന്നിന് എന്തായാലും പറ്റും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചോളൂ, നല്ല പ്രൊഡക്റ്റാണ്. അടുത്തത് ഒരു ക്രീമാണ്, ഒരു പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി നയാസിനമൈഡ് സിറത്തിൻ്റെ തന്നെ ക്രീം, പോൺസിൻ്റെയാണിത്. ഇതിൻ്റെ പാക്കറ്റൊക്കെ എൻ്റെ മോൻ എവിടേക്കൊക്കെയോ വലിച്ചെറിഞ്ഞു. അപ്പം എനിക്ക് കാണിച്ചു തരാൻ ഇത്രയേ ഉള്ളൂ. ഇതിന് വലിയ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എവിടേക്കോ പോയി. ഇത് ഞാൻ കുറച്ചായിട്ടുള്ളൂ കേട്ടോ യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടമായ ഒരു ക്രീമാണ്. ഇത് മോയ്സ്ചറൈസറോ അങ്ങനെ സൺസ്ക്രീനിലോ SPF അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ക്രീമാണ്. സാധാരണ നമുക്ക് മുഖത്ത് ഇടാവുന്ന ഒരു ക്രീം, പുറത്തേക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇടും. കാരണം ഈ സാധനം ഇട്ട് കഴിഞ്ഞാണല്ലോ നമുക്ക് ഭയങ്കര ഇപ്പം എൻ്റെ പ്രത്യേകിച്ചും ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഓയിൽനെസ് ഒക്കെ പോയ പോലെ എനിക്ക് തോന്നും. ഓയിലി ആയിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഇത് ഇടുമ്പം എനിക്ക് ഒരു മാറ്റ് ഫിനിഷ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ നയാസിനമൈഡൊക്കെ ഉള്ളത് കൊണ്ട് ആക്നെൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനും സഹായിക്കും. അത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ പിഗ്മെൻറ്റേഷൻ കുറയുന്നുണ്ടോ എന്നുള്ളത്. കുറയുന്നുണ്ടായിരിക്കാം, അറിയില്ല കേട്ടോ. പക്ഷേ അതർവൈസ് ദിസ് ഈസ് എ ഗുഡ് പ്രൊഡക്റ്റ്. നമുക്ക് വേറെ കുഴപ്പങ്ങളോ ഇച്ചിങ്ങോ അല്ലെങ്കിൽ വലിയ കുരുക്കൾ ഉണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും, ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇതൊരു നല്ലൊരു ക്രീമാണ്. അതായത് വൈറ്റ് ക്രീമാണ്. പിന്നെ ഇത് ജെൽ ബേസ്ഡ് അല്ല, ക്രീമാണ്. കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ എമൗണ്ട് ഇത്തിരി കൂടി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കാസ്റ്റ് പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് ഇത് കുറച്ച് ഇട്ടാൽ മതി. ഞാനൊക്കെ തുടക്കത്തിൽ ആവേശത്തിൽ കുറേയൊക്കെ ഇട്ടു, അപ്പം വൈറ്റ് കാസ്റ്റ് പോലെ ഭയങ്കര ഭൂതം പോലെ തോന്നും. പക്ഷെ അങ്ങനെ ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഇതിൻ്റെ കുറച്ചിടേണ്ട ആവശ്യമേ ഇതുള്ളൂ. കാരണം അതിൻ്റെ ക്രീം എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ക്രീമാണ്. അപ്പോൾ അത് കാരണം ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ക്രീമാണ് പോൺസിൻ്റെ.
ഈ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബോഡി ലോഷനാണ്. ഇത് ഡോട്ടർ ഷീറ്റ്സിൻ്റെ ടീ ട്രീ ആൻഡ് ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷനാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ 4-മത്തെയോ 5-മത്തെയോ ബോട്ടിലാണ്. അത്രയും എൻ്റെ ഫേവറേറ്റ് സാധനമുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് ഇത് യൂസ് ചെയ്യുന്നു. ഈ ഓയിലി സ്കിന്നുള്ള ആളുകൾക്കറിയാം, പലപ്പോഴും നമുക്ക് ബാക്ക് ആക്നെ, അതുപോലെ തന്നെ അല്ലേ, നമുക്ക് മുഖത്ത് വരുന്ന ആക്നെ എന്നതിലുപരി കെരാറ്റോസിസ് പൈലാറിസ് എന്നൊക്കെ പറയുന്ന ചെറിയ ബ്രേക്ക് ഔട്ട്സ് ആക്നെയൊക്കെ ആയിട്ട് വരും. അതിന് ഏറ്റവും ബെസ്റ്റാണത്. ഇത് സാധാരണ നമ്മൾ ഒരു എന്താ പറയുക, ഡ്രൈനെസ് മാറാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ അല്ല. അതിന് ഞാൻ വേറെ മറ്റേ ഷിയ ബട്ടറിൻ്റെ വേറെ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കാലുമേയും കൈമയൊക്കെ അപ്ലൈ ചെയ്യാൻ. ഇതല്ല, ഇത് നമുക്ക് ഈ പറയുന്ന ബാക്ക് ആക്നെയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ എസ്പെഷ്യലി കൊടുത്തിട്ടുള്ളത് ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ്. 10% ലാക്റ്റിക് ആസിഡ്, 1% സാലിസിലിക് ആസിഡ്, ടീ ട്രീ ഓയിൽ, ലിക്കറൈസ് എക്സ്ട്രാക്റ്റ് ഒക്കെ ഉണ്ട്. ഒരു ബോഡി ലോഷന് ഇത്രയും മാജിക് ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഇത് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടൊരു കുറച്ച് ദിവസം, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പുതിയ ആക്നേസ് ഒക്കെ വരൽ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഉള്ള ആക്നെ തന്നെ ഇല്ലാതായി. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആക്നെ വന്നിട്ട് കുറേ പാടുകളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. അതും പയ്യെ മങ്ങി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ പുറം ഓൾമോസ്റ്റ് ബാക്കൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. പക്ഷെ ഒട്ടും അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് ആക്നെയും പിഗ്മെൻറ്റേഷനൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ഇതാ പറഞ്ഞില്ല, ഇതെൻ്റെ 4th or 5th ബോട്ടിലോ തോന്നുന്നു. ഞാൻ ഒരുപാട് മേടിച്ചിട്ടുണ്ട് ഈ ബോട്ടിൽ. ഞാൻ ബോട്ടിൽ ആദ്യമൊക്കെ എടുത്ത് വെക്കായിരുന്നു, കാരണം നല്ല ബോട്ടിലല്ലേ, ഇതെനിക്കിഷ്ടമാണ്. പക്ഷെ പിന്നെ ഈ ബോട്ടിലിൻ്റെ എണ്ണം കൂടിയപ്പോൾ ഞാനൊക്കെ കൂടി ഇങ്ങനെ എടുത്ത് കളഞ്ഞു. ഇത് അത്രയും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് മേടിച്ചോളൂ. ഇനി ഞാൻ ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റാണ് ഫേസ് വാഷ്. ഈ ഫേസ് വാഷ് ആക്ച്വലി എൻ്റെ 2nd ട്യൂബാണ്. ഇത് ഇന്ന് വന്നേയുള്ളൂ, ഇന്ന് ഡെലിവർ ആയേയുള്ളൂ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സിക്ക കാമിങ് ബ്ലെമിഷ് ക്ലിയറിംഗ് ജെൽ ഫേസ് വാഷാണ്. ഇതും ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയതാണ്. നയാസിനമൈഡ്, സാലിസിലിക് ആസിഡ് ആൻഡ് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ഉള്ളതാണ്. ഈ പറഞ്ഞ പോലെ ആക്നെയൊക്കെ ഒന്ന് അങ്ങനെയൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. റെഡ്യൂസസ് ആക്റ്റീവ് ആക്നെ, കാംസ് റെഡ്നെസ് ആൻഡ് ഇറിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിനാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ആക്നെ റെഡ്യൂസ് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് ആക്നെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കാറുണ്ട്. പിന്നെ ഞാൻ ദിവസത്തിൽ 2 തവണയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ ഒരുപാട് തവണ, ഞാൻ ഓയിലി സ്കിന്നുകാർക്കറിയാം, നമുക്ക് പലതവണ മുഖം കഴുകേണ്ടി വരും അല്ലേ. അപ്പം എപ്പോഴും ഇത് ഇട്ട് കഴുകുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല, അത് നല്ലതുമല്ല. അപ്പം ഇത് ഞാൻ 2 തവണ ഇടാറുള്ളൂ. കാലത്ത് എണീറ്റ ഉടനെ ഇടും, പിന്നെ ഈവനിങ്ങിൽ ഒരു വട്ടം ഇത് അപ്ലൈ ചെയ്യും. അപ്പം അങ്ങനെ ഇത് ആക്നെ കുറയ്ക്കുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് ഓയിലി സ്കിന്നുകാർക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്. ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് നല്ലതാണെന്ന് പറയുന്നു. ആക്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആക്നെ കുറയ്ക്കുന്ന പോലെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും നല്ലതാണ്. അതായത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവുമൊന്നുമില്ല. സാധാരണ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഫേസ് വാഷിൻ്റെ പ്രശ്നം അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആകെ ഡ്രൈ ആവുന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമില്ല. എന്നാൽ ആ ഓയിലൊക്കെ പോവുകയും ചെയ്യും, എക്സസ് ഓയിലൊക്കെ പോവുകയും ചെയ്യും, ഭയങ്കര ഡ്രൈ ആവില്ല. എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. ചില ഫേസ് വാഷൊക്കെ, എനിക്ക് ഹിമാലയയുടെ ഒക്കെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ആക്നെ വരുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ പല ഫേസ് വാഷുകളും എനിക്ക് കുഴപ്പം തോന്നാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓയിലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് റിവ്യൂ പറയാൻ പറ്റുള്ളൂ, നല്ലതാണോ എങ്ങനെയാണെന്നുള്ളത്. ഒരു ടാനൊക്കെ മാറാനുള്ള ഒരു പാക്ക് ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ, ഈ പറഞ്ഞ ഫേസ് വാഷിൻ്റെ കൂടെ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഉപയോഗിച്ച് നോക്കണം. പിന്നെ ഒരാഴ്ച മുമ്പ് ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കുകയാണ് നല്ലതാണോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ പറയാം. അപ്പം ഇത്രയും സാധനങ്ങൾ, ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഓയിലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റിയതാണ്. അപ്പം നിങ്ങളുടെ അങ്ങനത്തെ ഒരു സ്കിന്നാണെങ്കിൽ, നിങ്ങൾക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കാരണം ഞാൻ ഒരുപാട് കാലം അന്വേഷിച്ച് നടന്നിട്ടുണ്ട് എൻ്റെ സ്കിന്നിന് പറ്റിയൊരു മോയ്സ്ചറൈസർ ഏതാണ്, ഫേസ് വാഷ് ഏതാണ് എന്നൊക്കെ. പക്ഷെ എനിക്ക് പലതും യൂസ് ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, പലതും യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആക്നെ ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ഓയിൽ കൂടും, ഭയങ്കര ഗ്രീസിയോ അതൊക്കെ. അപ്പം അങ്ങനെയാണ്, നിങ്ങൾ കുറേ അന്വേഷിച്ച് കിടക്കണ്ട, ഈ സാധനം മേടിച്ചാൽ മതി. ഇതെല്ലാം വളരെ നല്ല പ്രൊഡക്ട്സാണ്. അപ്പം ഞാൻ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.